ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വി ജോയ് ആറ്റിങ്ങിൽ നിന്നും തോറ്റു. ശരി, അടൂർ പ്രകാശോ? അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം വളരെ കുറഞ്ഞു. എന്താണ് കാരണം? തോൽവിയുടെ ഉത്തരവാദിത്വം നമ്മൾ പറയേണ്ടത് പിണറായി വിജയനെയോ അല്ലെങ്കിൽ വി ഡി സതീശനെയോ ഒന്നുമല്ല. പഞ്ചായത്ത് അംഗം മുതൽ മുകളിലോട്ടുള്ളവർ അറിയിക്കുന്നതനുസരിച്ചാണ് ഗവൺമെൻറ് അല്ലെങ്കിൽ ഹയർ അതോറിറ്റി പ്രവർത്തിക്കുന്നത്. പാവങ്ങളായ ഒത്തിരി പേരെ അവഗണിച്ച പഞ്ചായത്തുകളുണ്ട് ആറ്റിങ്ങലിൽ. ഓൺലൈനായിട്ട് അപേക്ഷിക്കുമ്പോഴത്തേക്കൊക്കെ എല്ലാം സാങ്ഷനായി വരികയും പഞ്ചായത്തിൽ നിന്ന് അത് തട്ടിക്കളയുകയും അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്ത് കളയുകയും ചെയ്യുന്ന ഒത്തിരി പാവപ്പെട്ട ആൾക്കാരുണ്ട്. അർഹതപ്പെട്ടത് കിട്ടാതെ പഞ്ചായത്തിൽ നിന്നും അധികാരികൾ തട്ടിക്കളയുന്ന ഒത്തിരി പാവപ്പെട്ടവർ. പഞ്ചായത്തിൽ നിന്നും പലതവണ വീട് വാങ്ങിച്ചു വിൽക്കുന്നു, വീട് വാങ്ങിക്കുന്നു വിൽക്കുന്നു, ഇങ്ങനെ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. എന്നാൽ ഒരു തവണ പോലും ലൈഫ് മിഷനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ പഞ്ചായത്തിൽ നിന്ന് യാതൊരുവിധ ആനുകൂല്യങ്ങൾ കിട്ടാത്ത ആൾക്കാർ വരെ ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിലുണ്ട്. പഞ്ചായത്തിൽ നിന്നും ഒരു ഗുണവും ഇല്ലെന്ന് മനസ്സിലാക്കിയ ഒത്തിരി ആൾക്കാരെ വോട്ടിംഗ് ബഹിഷ്കരിച്ചിട്ടുണ്ട് ഇത്തവണ. പണക്കാരുടെ സൗകര്യങ്ങൾ കൂട്ടുന്ന, പാവപ്പെട്ടവരെ പതുക്കെ ശ്രദ്ധിക്കാമെന്ന് ചിന്തിക്കുന്ന ഗവൺമെൻറ്റും ആര് ഭരിച്ചാലും നമുക്ക് ജീവിക്കാൻ നമ്മൾ തന്നെ കഷ്ടപ്പെടണമെന്ന് തിരിച്ചറിയപ്പെട്ട ജനതയുമാണ് ആറ്റിങ്ങലുള്ളത്. അഡ്വക്കേറ്റ് വി ജോയ്ക്ക് സ്വാധീനമുള്ള മേഖലകൾ ഒത്തിരി ഉണ്ടെങ്കിലും പഞ്ചായത്തിൽ നിന്നും പാവങ്ങളോടുള്ള അവഗണനകൾ കാരണം ഉണ്ടായിരുന്ന ഈ വോട്ടിംഗ് ബഹിഷ്കരിക്കൽ അദ്ദേഹം പരാജയപ്പെടുവാൻ കാരണമായി. അടൂർ പ്രകാശ് എം പിയുടെ മുൻകാല പ്രവർത്തനങ്ങൾ വളരെ മോശമായിട്ടാണ് ജനങ്ങൾക്ക് അനുഭവപ്പെട്ടത്. അങ്ങനെ ഒരു എം പി ഉണ്ടോ എന്ന് തോന്നി തുടങ്ങിയിരുന്നു. അതാണ് ഭൂരിപക്ഷം കുറയാനും കാരണമായത്. പഞ്ചായത്ത് അംഗങ്ങളോടാണ് പറയാനുള്ളത്, നിങ്ങൾ സാധാരണക്കാരെ പരിഗണിച്ചിരുന്നുവെങ്കിൽ അത്ര കൂടി വോട്ട് വി ജോയ്ക്ക് കിട്ടിയേനെ, അല്ലെങ്കിൽ അത്ര കൂടി വോട്ട് അടൂർ പ്രകാശിന് കിട്ടിയേനെ. പക്ഷേ എന്തുകൊണ്ടോ ആ സാധാരണക്കാർക്ക് വോട്ട് ബഹിഷ്കരിക്കാനാണ് തോന്നിയത്. വോട്ട് ബഹിഷ്കരണം കൂടുതലുള്ളത് കൊണ്ട് അത് കൃത്യമായി മണ്ഡലത്തിലെ വോട്ടിങ്ങിൽ പ്രതിഫലിക്കുകയും ചെയ്തു. മജ്ജയും മാംസവും ചിന്തിക്കാൻ കഴിവുമുള്ള ജനങ്ങളാണ് ജനാധിപത്യത്തിൻ്റെ നട്ടെല്ല്. അത് ഇനിയെങ്കിലും അധികാരികൾ മനസ്സിലാക്കുക. നന്ദി. ആറ്റിങ്ങലിൽ നിന്നും ഒരവലോകനം.